പാലക്കാട് പുതുച്ചേരിയിൽ കാരൾ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് കാരൾ സംഘത്തിലെ കുട്ടികളെ അധിക്ഷേപിച്ച് BJP നേതാവ് C. കൃഷ്ണകുമാർ രംഗത്തെത്തിയത്. കള്ളുകുടിച്ചാണ് കാരൾ നടത്തിയതെന്ന് C. കൃഷ്ണകുമാർ പറഞ്ഞു. ഞാൻ പറയുന്ന ആ പോയ സംഘം മദ്യപിച്ചിട്ട് അവിടെ ഞങ്ങളുടെ രതീഷ് എന്നുള്ള പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ട സ്ഥലമാണ് കാളാണ്ടിത്തറ. അവിടേക്ക് ബോധപൂർവം സംഘർഷമുണ്ടാക്കാനായിട്ട് CPM-ന്റെ ക്രിമിനൽ സംഘം പോയതാ. എവിടെയെങ്കിലും ബാൻഡ് ഇതിൽ CPM-ന്റെ ബാൻഡ് ഉപയോഗിച്ചിട്ട് കരോൾ നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കാരളിൽ RSS തടസ്സപ്പെടുത്തിയാൽ പ്രതിരോധിക്കുമെന്ന് DYFI നേതൃത്വവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ കരോൾ അക്രമം വളരെ ആസൂത്രിതമായിട്ട് അവർ നടത്തിയതാണ്. നേരത്തെ തന്നെ ഈ ക്രിസ്മസ് ആഘോഷം പാടില്ല എന്ന് പറഞ്ഞ് RSS അവിടെ ഗ്രൂപ്പുകളിൽ തിട്ടൂരം ഇറക്കിയിരുന്നു. അപ്പം ഇത് ഒരു കാരണവശാലും കേരളത്തിൽ അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് എവിടെയെല്ലാം കരോളുകൾ അവർ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം പ്രതിഷേധത്തിൻ്റെ കരോളുമായി DYFI രംഗത്തുണ്ടാവും. പുതുച്ചേരിക്ക് സമീപം വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട കാരൾ സംഘത്തിന് നേരെയായിരുന്നു അതിക്രമം. സംഭവത്തിൽ BJP പ്രവർത്തകൻ അശ്വിൻ രാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആയിഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, കുട്ടികളാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അവരെക്കുറിച്ചാണ് കള്ളുകുടിച്ചാണ് വന്നത് എന്നൊക്കെയുള്ള തരത്തിലേക്ക് പരാമർശം നടത്തിയത്. പിന്നീട് മലക്കം മറിഞ്ഞ് മറ്റെന്തൊക്കെയോ പറയുകയും ചെയ്യുന്നു കൃഷ്ണകുമാർ. ഇത് വലിയ വിവാദമായി മാറുകയാണ്. എന്തൊക്കെയാണ് തുടർ നടപടികൾ? വിശദാംശങ്ങൾ. അനുജ, കഴിഞ്ഞ ദിവസമാണ് കുട്ടികളടങ്ങുന്ന 14 കുട്ടികളടങ്ങുന്ന കരൾ സംഘത്തിന് നേരെ RSS പ്രവർത്തകൻ അശ്വിൻ രാജിന്റെ ഇത്തരം ഒരു ആക്രമണം ഉണ്ടാകുന്നത്. അത് ഈ കരൾ സംഘത്തിൽ പെട്ട കുട്ടികളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ബാൻഡിൽ CPIM എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഈ പ്രകോപനത്തിന് ഇടയായതും. പിന്നീട് ഈ കുട്ടികളെ ഭീഷണിപ്പെടുത്തി ഇതുവഴി കരൾ സംഘം പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ആ ബാൻഡ് ചവിട്ടി പൊട്ടിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായി. എന്തായാലും കുട്ടികളുടെ അടക്കം മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് RSS പ്രവർത്തകനായ അശ്വിൻ രാജിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. പിന്നാലെയാണ് ഇപ്പോൾ സംഭവത്തിൽ വിശദീകരണവുമായി BJP രംഗത്തെത്തിയത്. അതായത് ഈ കള്ള് കുടിച്ച് നേരത്തെ അവിടെ ഒരു RSS പ്രവർത്തകൻ രാഷ്ട്രീയ കൊലയ്ക്ക് ഇരയായിരുന്നു. ഇതേ തുടർന്ന് ഇതിന് പിന്നാലെ മറ്റ് ചില പ്രകോപനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം കള്ള് കുടിച്ച് ഈ പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി CPIM പ്രവർത്തകർ ചെന്നു എന്നാണ് ഇപ്പോൾ C. കൃഷ്ണകുമാർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിന് പിന്നാലെയാണ് മാധ്യമപ്രവർത്തകർ കുട്ടികൾ 10-12 വയസ്സുള്ള കുട്ടികളുടെ സംഘമാണെന്ന് ഓർമ്മപ്പെടുത്തിയതോടുകൂടി മലക്കം മറിഞ്ഞ് പൊതുവായി പറഞ്ഞതാണ്, അല്ലാതെ കുട്ടികളെ അധിക്ഷേപിച്ചതല്ല എന്ന് പ്രസ്താവന തിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അനുജ, ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.